الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن رسول حق وجاءهم البينات والله لا يهدي القوم الظالمين. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഓരോ സെക്കൻഡും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം മാത്രമാണ്. അതുപോലെ തന്നെയാണ് നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ അനന്തരഫലങ്ങൾ. നമുക്ക് അധ്വാനിക്കുവാനുള്ള ഒരു അവസരമാണ് അല്ലാഹു നൽകുന്നത്. ആ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അല്ലാഹു അതിൽ നമുക്ക് സന്തോഷവും ആനന്ദവും നൽകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജോലി നമ്മളേറെ ആഗ്രഹിച്ച് നേടിയതാണ്. പലപ്പോഴും നാം വിചാരിച്ചതിനേക്കാൾ ഏറ്റവും നല്ലത് ആ അധ്വാനത്തിന് നൽകിക്കൊണ്ടാണ് അല്ലാഹു നമ്മെ സന്തോഷിപ്പിക്കുന്നത്. മക്കളും ഭാര്യയും കച്ചവടവും ഒക്കെ അങ്ങനെ തന്നെയാണ്. നല്ല ലാഭമുള്ള കച്ചവടവും വൈകല്യമില്ലാത്ത ആരോഗ്യമുള്ള മക്കളും സൽസ്വഭാവികളായ ഭാര്യ ഭർത്താക്കന്മാരെയും ഒക്കെ നമ്മുടെ ആഗ്രഹത്തിന് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ അനുകൂലമായ ഏറ്റവും നല്ല സമ്മാനങ്ങളാണ്. ഇതിനുവേണ്ടി നമ്മുടെ അധ്വാനവും നമ്മുടെ പരിശ്രമവും പലപ്പോഴും കുറവായിരിക്കും. എന്നാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ അധ്വാനിച്ചതിനേക്കാൾ ഏറ്റവും നന്നായി നൽകുകയും അവ അനുഭവിക്കാൻ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ അല്ലാഹു നൽകുകയും ചെയ്യും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, തിരിച്ചും ഇത് സംഭവിക്കും. നാം ആഗ്രഹിക്കാതെ, നാം നനച്ചിരിക്കാതെ അല്ലാഹു നമ്മെ ദുനിയാവിൽ ചില പരീക്ഷണങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കും. ആ പരീക്ഷണങ്ങൾ അനുഗ്രഹമായി തീരുന്നത് നാളെ പരലോകത്ത് അവ കാണുമ്പോൾ അവക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലങ്ങൾ നാം കാണുമ്പോഴാണ്. രോഗം, കച്ചവട തകർച്ച, സാമ്പത്തിക ബുദ്ധിമുട്ട്,
ആക്സിഡന്റ്, ഇങ്ങനെ നാം നിരച്ചിരിക്കാതെ നാം ജീവിതത്തിലേക്ക് ചില സങ്കടങ്ങളും കടന്നു വരും. യഥാർത്ഥത്തിൽ മനുഷ്യൻ ആരാണ്? മനുഷ്യനെ വിലയിരുത്തിയാൽ നമുക്ക് കിട്ടിയാൽ സന്തോഷിക്കാനും കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടാനും മാത്രം കഴിയുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. അതായത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായ ഒരു സൃഷ്ടിയാണ് നാം എല്ലാവരും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ സദാ ഓർത്തുകൊണ്ടിരിക്കണം. നമുക്ക് കിട്ടിയതൊക്കെ ഓർക്കണം. അത് ഓർക്കുന്നുണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? അത് അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നതാണ്. രാവിലെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ അതിശക്തമായ ശബ്ദം നമ്മെ ഉണർത്തുന്നുണ്ട്. ആ ഉണർത്തുന്ന സമയത്ത് ഉണരാനുള്ള റൂഹ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് നാം ഉണർന്നു പോയത്. നമ്മുടെ അടുത്ത് കിടക്കുന്ന ഭാര്യ ആ റൂഹ് നഷ്ടപ്പെട്ടവളാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ നമ്മുടെ എല്ലാ സന്തോഷവും അസ്തമിച്ചു. രണ്ടുപേരും സന്തോഷത്തോടു കൂടി എഴുന്നേൽക്കുമ്പോൾ അള്ളാഹു നൽകിയ ഒരു വലിയ നിഅമത്തുണ്ട്. അതാണ് ജീവൻ, റൂഹ്. അവിടെ മനുഷ്യൻ പറയും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. റബ്ബേ, ഞാൻ മരിച്ചു കിടക്കുകയാണ്, എന്നെ നീ ഉണർത്തിയല്ലോ, എനിക്ക് റൂഹിനെ നൽകിയല്ലോ, അൽഹംദുലില്ലാഹ്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഓരോ സെക്കൻഡും അവന്റെ നിയന്ത്രണത്തിലല്ല. അവൻ വെള്ളം കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത് എല്ലാം ഏതൊരു സെക്കൻഡിലും നിൽക്കാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങളാണ്. അതൊക്കെ നിലനിർത്തി നിൽക്കുമ്പോൾ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അൽഹംദുലില്ലാഹ്. വിശ്വാസികളെ, ഇന്നിന്റെ പകലിൽ എത്ര തവണ ഈ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുന്ന ഒരു നന്ദിയുള്ള അടിമയായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം ഇപ്പറഞ്ഞതൊന്നുമല്ല. ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതെന്താണ്? നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു അവസരം നൽകി എന്നതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. അത് ജീവിതത്തിൽ ലഭിക്കാത്തവരാണ് കോടാനക്കോടി മനുഷ്യർ. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ പിതാമഹൻ അബൂ ത്വാലിബ് നേർക്ക് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പിതൃവ്യ, താങ്കളൊന്ന് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒറ്റത്തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പറയൂ എന്ന്. പക്ഷെ ആ മനുഷ്യൻ അത് പറയാതെയാണ് മരണപ്പെട്ടു പോയത്. നോക്കൂ നിങ്ങൾ, ഒരു ഖുർആൻ സൂറത്ത് തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് അബൂലഹബിനെതിരെ. അത് ഇറങ്ങുന്നതിന് മുൻപും ഇറങ്ങിയതിനു ശേഷവും ജീവിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ തമാശക്ക് പോലും ഈ വിശുദ്ധ ഖുർആനിനെ ഒന്ന് കളിയാക്കാനെങ്കിലും ഞാൻ മുസ്ലിമായി എന്ന് പറയാൻ കഴിയാതെ പോയ ഒരു മനുഷ്യനാണ്. നോക്കൂ നിങ്ങൾ, എത്ര നല്ല അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കുവാൻ മാത്രം ശ്രേഷ്ഠനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പിതാവ് ആസർ. ആ മനുഷ്യനെ തന്റെ മകൻ പറയുന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. കൂടെ കിടന്ന തന്റെ മക്കളുടെ മാതാവായ തന്റെ ഭർത്താവ് ഒരു പ്രവാചകനാണെന്ന് മനസ്സിലായിട്ട് പോലും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യക്ക് തന്റെ പ്രവാചകൻ തന്റെ ഭർത്താവ് ലൂത്ത് അലൈഹിസ്സലാമിനെ പിന്തുടരാൻ കഴിഞ്ഞില്ല. നൂഹ് നബി അലൈഹിസ്സലാം ഏറെ പ്രബോധനം ചെയ്ത് തന്റെ മക്കൾക്ക് മുന്നിലൂടെ ജീവിച്ചു പോയ നൂഹ് നബി അലൈഹിസ്സലാമയുടെ കൻആന് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്നാൽ എല്ലാ ക്രൂരതകളുടെയും എക്കാലത്തെയും പ്രതീകമായി ചരിത്രം വിലയിരുത്തിയ ഫിർഔൻ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ആസിയ ബീവിക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ലഭിക്കാനുള്ള സന്തോഷം അള്ളാഹു നൽകി. ഞാൻ പറഞ്ഞെന്താ അറിയോ, അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നിഅമത്ത് എന്ത് എന്ന് സ്വന്തത്തോട് ചോദിച്ചാൽ, ഞാനൊരു മുസ്ലിമായി, ഞാനൊരു മുഅ്മിനായി,
ഞാനൊരു ഖുർആനിന്റെ വായനക്കാരനായി, ഞാൻ ഖുർആനാണ് എന്റെ ഇമാം എന്ന് പറയാൻ യോഗ്യതയുള്ളവനായി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അനുഗ്രഹം നൽകി എന്നതാണ്. കോടാനക്കോടി മനുഷ്യർക്ക് ലഭിക്കാത്ത ഒരു അനുഗ്രഹം. പക്ഷേ ഈ ഹിദായത്ത് അല്ലാഹു നൽകിയ അനുഗ്രഹമാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിഅമത്തുകളും സംരക്ഷിക്കാൻ ഞാനും നിങ്ങളും പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ മതിൽക്കെട്ടുകളും, അല്ലെ, സ്വത്തിന് മതിൽ കെട്ടും, വീടിന് മതിൽ കെട്ടും, സമ്പത്തിന് സുരക്ഷിതത്വം ഉണ്ടാക്കും, ആരോഗ്യത്തിന് എന്തൊക്കെയാണോ ഹാനികരമായത് അത് മുഴുവൻ ഉപേക്ഷിക്കും. തന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ പറ്റുന്ന എന്തൊക്കെ ഭക്ഷണങ്ങളും എന്തൊക്കെ അധ്വാനങ്ങളുമാണോ അതൊക്കെ മുറ തെറ്റാതെ, സമയം തെറ്റാതെ ചിട്ടയായി നമ്മൾ കൊണ്ടു നടക്കും. അള്ളാഹു നൽകിയ ഈ ഹിദായത്ത്, ആ മാർഗത്തിലൊന്ന് ചുവട് തെറ്റാതിരിക്കാൻ നമ്മൾ സുരക്ഷിതത്വമുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. കാരണം എന്താ അറിയോ, അത് സംരക്ഷിക്കണമെന്ന് ബോധ്യപ്പെടണമെങ്കിൽ അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ദുരന്തം നമ്മൾ അറിയണം. അത് നഷ്ടപ്പെടുത്തിയാലുള്ള ശിക്ഷ നമ്മൾ അറിയണം. നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബിന് ഏറെ കോപമുള്ള വിഷയമാണ് അവന് ഹിദായത്തിനുള്ള മാർഗം കാണിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് തിരിച്ചു നടക്കുക എന്നത്. നോക്കൂ നിങ്ങൾ, സൂറത്ത് ആല ഇംറാനിലെ വചനമാണ്, കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറു ബഅദ ഈമാനിഹിം. വിശ്വാസത്തിന് ശേഷം അവിശ്വാസം സ്വീകരിച്ച ഒരു ജനതയെ അള്ളാഹു എങ്ങനെയാണ് പിന്നീട് നേർവഴിയിലാക്കുക? കൈഫ യഹ്ദില്ലാഹ്, ഒരു ചാൻസ് തന്നിട്ട് ആ ചാൻസ് അത് സത്യമെന്ന് ബോധ്യപ്പെട്ട് പിന്നീട് അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്ന മനുഷ്യർ, വശഹിദു അന്ന റസൂല ഹഖ്ഖുൻ, അവരാകട്ടെ റസൂൽ സത്യവാനാണെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സത്യവാനാണ് എന്നും വിശുദ്ധ ഖുർആൻ അവസാന വേദഗ്രന്ഥമാണ് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. വജാഅഹുമുൽ ബയ്യിനാത്ത്, അവർക്ക് വ്യക്തമായ തെളിവ് വന്നു ലഭിച്ചിട്ടുണ്ട് എന്ന് അവർക്കറിയുകയും ചെയ്യാം. ലഭിച്ചിട്ടുണ്ട്, അവർക്ക് ഖുർആൻ സത്യമാണെന്ന് അവർക്കറിയാം. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ആ ജനവിഭാഗത്തെ അള്ളാഹു നേർവഴിയിൽ ആക്കുന്നതേ അല്ല. നമ്മളൊന്നങ്ങോട്ട് തെറ്റിയാൽ, ഈ മാർഗത്തിൽ നിന്നൊന്ന് കാലൊന്ന് പിറകോട്ട് വെച്ചാൽ, അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളിൽ മാത്രം ഹലാലായി ജീവിക്കുകയും ഹറാമാക്കിയതിനെ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും അള്ളാഹു ഇബാദത്താക്കി പഠിപ്പിച്ചത് മുഴുവൻ ജീവിതത്തിൽ ഉണ്ടാവുകയും അങ്ങനെ ജീവിതത്തെ ചിട്ടയായി കൊണ്ടു നടക്കുകയും ചെയ്യാതെ ആരാണോ ലാലിമായി തീർന്നത്, ആരാണോ അക്രമിയായി തീർന്നത്, അവനെ അള്ളാഹു പിന്നീട് നേർമാർഗത്തിലാക്കുകയില്ല. വിശ്വാസികളെ, ഇഹലോകത്ത് രക്ഷപ്പെടാൻ പറ്റും, പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റും. നമുക്ക് അതിന് സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബ് പറയാം, ദുനിയാവിൽ അവന് ശാപമായിരിക്കുമല്ല. ഉലൈക ജസാഉഹും, അക്കൂട്ടർക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അന്ന അലൈഹിം ലഅനത്തുല്ലാഹ്, അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. അള്ളാഹുവിന്റെ ശാപം അവർക്ക് ഏൽക്കും. തീർന്നില്ല, വൽ മലായിക, മലക്കുകളുടെ ശാപവാക്കുകൾ ഉണ്ടാകും. വന്നാസി അജ്മഈൻ, എല്ലാ മനുഷ്യരുടെയും ശാപം അവർക്കുമേൽ ഉണ്ടാകുമെന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞു. തൊട്ടടുത്ത വചനം എന്താണോ, ഖാലിദീന ഫിഹാ, അവർ നാളെ പരലോകത്ത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലായിരിക്കും. ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, ആ ശിക്ഷയിൽ നിന്ന് യാതൊന്നും അവർക്ക് ഒരിക്കലും ലഘൂകരിക്കപ്പെടുകയില്ല. വലാഹും യുൻദറൂൻ, അവർക്ക് ഒരിക്കലും അവധി നൽകപ്പെടുകയും ഇല്ല. നരകത്തിലേക്ക് പ്രവേശിച്ചാൽ ശാശ്വതമായ നരകത്തിൽ. ഇഹലോകത്താണെങ്കിലോ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ പറ്റും, ഒരു ഹൈറും ബർക്കത്തും അവർക്ക് ഉണ്ടാവില്ല. ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ തോന്നും, ഒന്നും അവർക്ക് കിട്ടില്ല. സഹോദരങ്ങളെ, നമ്മളെ കുറിച്ചായി വർത്തമാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലാൻ അവസരം കിട്ടിയ നമ്മളോടാണ് അല്ലാഹ് പറയുന്നത്, പറ്റുട്ടോ, അപകടം പറ്റും. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇപ്പോഴും ചിലപ്പോ ചിന്തിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. ഞാനൊരു മുസ്ലിമായിട്ട് ഇനി ഞാൻ മാർഗത്തിൽ തെറ്റിപ്പോവോ? സംഭവിക്കും. എപ്പോഴെന്നറിയങ്ങള്, സൂക്ഷ്മത പാലിക്കേണ്ടുന്ന മേഖലകളിൽ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ സംഭവിക്കും. ഏറ്റവും നല്ല സൂക്ഷ്മത പാലിക്കേണ്ട മേഖലകൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം പറയാം. ഒന്നെന്താ നിങ്ങള്, വിശ്വാസ മേഖലയാണ്.
ആ വിശ്വാസ മേഖലയിൽ അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണം, റഹ്മാനായ റബ്ബിനെ എങ്ങനെ ഭയപ്പെടണം, അള്ളാഹുവിനെ എങ്ങനെയാണ് സൂക്ഷിച്ച് ജീവിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ഖുർആൻ, പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ള, ഈ രണ്ട് പ്രമാണങ്ങളിലൂടെ, ഖുർആനിലൂടെ, പ്രവാചക തിരുവചനങ്ങളിലൂടെ എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അങ്ങനെ സഞ്ചരിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, കുൻതു ഖൽഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ, ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹിന്റെ പിന്നിലൂടെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ വിരൽ പിടിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിക്കാൻ, യാ ഗുലാം, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില വാക്കുകൾ പറഞ്ഞു തരാം, അത് നീ ജീവിതത്തിൽ പാലിക്കണം. ഇഹ്ഫദില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കാം. എല്ലാ ഹറാമിൽ നിന്നും, എല്ലാ തിന്മകളിൽ നിന്നും നീ അള്ളാഹിനെ സൂക്ഷിക്കാം. അപ്പൊ എന്താ നിനക്ക് കിട്ടുന്ന ഗുണം? യഹ്ഫദുക, അള്ളാഹ് നിന്നെ സംരക്ഷിക്കും. ദുനിയാവിലെ സുരക്ഷിതത്വം വേണോ, പ്രൊട്ടക്ഷൻ വേണോ? അള്ളാഹ് പറയാ, അള്ളാഹിനെ സൂക്ഷിച്ചാൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക്കലി റഹ്മാനായ റബ്ബ് നിന്നെ സൂക്ഷിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇഹ്ഫദില്ലാഹ്, നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ തജിദുഹു തുജാഹക, നീ ആഗ്രഹിക്കുന്നിടത്ത് അള്ളാഹിനെ നിനക്ക് കണ്ടെത്താൻ പറ്റുന്നു. അള്ളാഹിനെ കാണുന്ന പറഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹു ഉണ്ടാക്കി തരും. വേറെ ആരാ കൂട്ടരെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ? ഒന്ന് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചാൽ അള്ളാഹ് സംരക്ഷിക്കും, അള്ളാഹ് കാണും, അള്ളാഹ് നോക്കും, എല്ലാം പരിഹരിച്ചു. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാ, നിനക്ക് എന്ത് ആഗ്രഹമുണ്ടോ അത് അള്ളാഹിനോട് ചോദിക്കാം. വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിനക്ക് എന്തെങ്കിലും സഹായം വേണോ നീ അള്ളാഹുവിനോട് സഹായം ചെയ്യ്. കാരണം എന്താണെന്നറിയോ? അതുകൂടി റസൂലുള്ളാഹി പറഞ്ഞു, വഅലം, നീ പഠിച്ചു മനസ്സിലാക്കിക്കോ, അന്നൽ ഉമ്മത്ത ലബിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഈ ദുനിയാവിലെ മുഴുവൻ ആളുകളും നിനക്കൊരു നിഅമത്ത് ചെയ്യാൻ, ഒരു നന്മ വരാൻ വേണ്ടി പരിശ്രമിച്ചു. പക്ഷേ എല്ലാരും അതിനുവേണ്ടി ഒരുമിച്ച് കൂടി നിന്നെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചാലും അള്ളാന്റെ കിതാബിൽ അത് നിനക്ക് അനുഗ്രഹമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഒരു തിന്മ ചെയ്യാൻ, നിന്നെ ഉപദ്രവിക്കാൻ എല്ലാരും പാടൻ കൂടി തീരുമാനിച്ചു. ലം യളുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. അങ്ങനെ ഒരു പരീക്ഷണം, അങ്ങനെ ഒരു പ്രയാസം നിനക്ക് റഹ്മാനായ റബ്ബ് നീ ജനിക്കുന്നതിന് മുമ്പ് അവന്റെ വിധി നിർണയ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നിനക്ക് ചുറ്റുമുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും നിന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ കർമ്മരേഖകളിൽ രേഖപ്പെടുത്തുന്ന, വിധി രേഖപ്പെടുത്തുന്ന പേനകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, അത് രേഖപ്പെടുത്തിയ പേജുകൾ മഷി ഉണക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, അവിടെയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇത് ജീവിതത്തിന്റെ ഭാഗമാകുമ്പോഴാണ് അള്ളാഹു നമ്മെ സംരക്ഷിക്കുക. അവിടെയാണ് റഹ്മാനായ റബ്ബിന്റെ ശാപമില്ലാതെ, മലക്കുകൾ ശാപപ്രാർത്ഥന നടത്താതെ, ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ ശപിക്കപ്പെടാതെ, ശാപവാക്കുകൾ പറയാതെ നാം സുരക്ഷിതരാകണമെങ്കിൽ ഈ പവിത്രമായി അള്ളാഹുവിനെ കാണേണ്ടുന്ന രൂപത്തിൽ, മനസ്സിലാക്കേണ്ടുന്ന രൂപത്തിൽ, ഭയപ്പെടേണ്ടുന്ന രൂപത്തിൽ നമ്മൾ ജീവിതത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കണം. ഇതിന്റെ വിപരീതം എന്താ? ഇതിന് നേർ വിപരീതം എന്താ? ഇതിന് നേരെ വിപരീതം ജീവിതത്തിൽ സംഭവിച്ചാൽ ശാപമുണ്ടാകും, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. നാളെ പരലോകത്ത് ശിക്ഷയാണ് ലഭിക്കുക. മരണപ്പെട്ടവരോട് സഹായം തേടിയാൽ, അള്ളാഹുവിന്റെ മുമ്പിൽ കലങ്ങാത്ത കണ്ണുകൾ ജാറത്തിലെ ശൈഖിന്റെ മുമ്പിൽ നിറഞ്ഞൊഴുകിയാൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചെന്താ, നീ എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക. തൊട്ടടുത്ത വാക്കെന്താണ്? നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന ആഗ്രഹ സഫലീകരണം, അല്ലേ, ആശയപൂർത്തീകരണം, അതുപോലെ തന്നെ തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം, സാമ്പത്തികമായ അഭിവൃദ്ധി, ഇതൊക്കെ അള്ളാഹിനോട് ചോദിക്കണ്ടേ. ഇത് ഏതെങ്കിലും തങ്ങന്മാർക്ക് മുമ്പിലും ജാറങ്ങൾക്ക് മുമ്പിലും ആരെങ്കിലും കടന്നുപോയാൽ അതിനെ വിശ്വാസം എന്നല്ല പറയാം, വിശ്വാസത്തിന്റെ ജീർണത എന്നാണ് പറയാം. അവൻ അള്ളാഹുവിന്റെ ശാപത്തിനും നരക ശിക്ഷക്കും കാരണമാകും. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ.
ഇതൊരു വശം അല്ലേ? നമ്മുടെ ചുറ്റുപാടും ജാറങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. ഓരോ ജാറത്തിലും എത്തുന്നത് പള്ളിയിലെത്തുന്നതിനേക്കാൾ ആളുകളാണ്. അവിടെ നമ്മൾ പ്രതീക്ഷ വെക്കുന്നുവെങ്കിൽ വിശ്വാസികളെ, ഇഹത്തിൽ ശാപമുണ്ട്, നാളെ പരത്തിൽ നരകമുണ്ട്. ആർക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ ഭാഗ്യം ലഭിച്ച ആളുകൾക്ക്? എത്രമാത്രം പിശാച് നമ്മെ അകപ്പെടുത്തുന്നു അപകടത്തിൽ. രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്, പുതിയ തലമുറക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വിശ്വാസത്തിന്റെ ജീർണതയുടെ മറ്റൊരു വശം. എന്താണെന്നറിയോ? അത് വിശ്വാസങ്ങളെ നിരസിക്കുക എന്നതാണ്. അല്ലല്ല, ഒരു സ്രഷ്ടാവില്ല, പറയാൻ എളുപ്പമാണ്. എന്താണ് തെളിവ്? അല്ലണ്ട് എന്ന് പറയാൻ ഒരു മുസ്ലിമിന് തെളിവുണ്ട്. വിശുദ്ധ ഖുർആനിലെ 6000-ൽ പരം വചനങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടും. എന്നാൽ ദൈവമില്ല എന്ന് പറയാന് എന്ത് തെളിവുള്ളത്? ഇല്ല. അവന് നീളല്ലൊരു നാവുണ്ട് എന്ന് മാത്രം. അല്ലേ? എന്തിനാണ് നിരീശ്വരവാദം കൊണ്ട് നടക്കുന്നത്? എന്തിനാണ് ജീവിതത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കളിയാക്കുന്നത്, ലോകത്തിന്റെ സൃഷ്ടാവിനെ നിരസിക്കുന്നത്? ഒറ്റ ലക്ഷ്യമുള്ളൂ, നിയന്ത്രണം പാടില്ല. ആരും ഞങ്ങൾ നിയന്ത്രിക്കരുത്, അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. തുറന്ന ലൈംഗികത വേണം, സാമ്പത്തിക അരാജകത്വം ഉണ്ടാവണം, എന്തിനും പറ്റണം, എവിടെ ആടിത്തിമർക്കണം, അത്ര ഉദ്ദേശമുള്ളൂ. അതിനെന്താണ് ദൈവ നിഷേധമായി. അതുകൊണ്ട് തന്നെ ഇന്ന് ക്യാമ്പസുകളിലെ പുതുതലമുറക്ക് ഫാഷനായിത്തീരുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ അതിജീർണതയാണ്. എപ്പോഴാണ് ഇത് കുറച്ചുകൂടി ശക്തമായതും കൂടി നമ്മൾ പഠിക്കണം. അതായത് ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യരിൽ ഈ ദുർബലമായ അവസ്ഥ ഉണ്ടായത്. എല്ലാവരും ഇസ്ലാമിന്റെ സംശയത്തിലായി നിലനിർത്തിയപ്പോ ആ ഭയം ഈമാനിൽ ദുർബലനായവനെ സ്വാധീനിച്ചു. അപ്പൊ അവനെന്താ, ഇത് നിഷേധിക്കലാണ് ഇവിടെ ജീവിക്കാൻ ഏറ്റവും സുഖം എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രമാണങ്ങളിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ സംശയത്തിനെ നിഴലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലെ? ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണ്, താടി തീവ്രവാദത്തിന്റെ ഭാഗമാണ്, പർദ്ദ, അല്ലെ? ഇതൊക്കെ മുസ്ലിങ്ങളൊക്കെ ഭീകരവാദികളാണ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആരൊക്കെയോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ നിന്നിട്ട് ഇന്ന് ഏറ്റവും എളുപ്പം എന്താണ്, ഞാനൊരു എക്സ് മുസ്ലിം ആണെന്ന് പറയാം, ഞാൻ പണ്ട് മുസ്ലിം ആയിരുന്നു, ഇപ്പൊ മുസ്ലിം അല്ല എന്ന് പറയാം. എന്നിട്ട് ഇസ്ലാമിൽ ഒരു നിലക്കും തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾ, അവരുടെ നിവേദ്യങ്ങൾ കഴിക്കുക, അത് സോഷ്യൽ മീഡിയയിൽ ഇടുക. ഇതാ ക്രിസ്മസ് വരാനിരിക്കുന്നു, പുതുവത്സരം വരാനിരിക്കുന്നു, ഓരോന്നിങ്ങനെ വരുമ്പോ അതിന്റെ ഭാഗമായിട്ട് തന്റെ ഇസ്ലാമിനാണ് ബലി കൊടുത്താലും വേണ്ടില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കുറച്ചൊക്കെ പോപ്പുലാരിറ്റിയുള്ള ആളായിട്ട് ജീവിക്കണം എന്ന് വെറുതെ വിചാരിക്കുക. സഹോദരങ്ങളെ, എന്താ ഫലം എന്നറിയോ? ഇഹലോകം അള്ളാഹു ശപിച്ചവരുടെ കൂട്ടത്തിലെടുപ്പെടും, നാളെ പരലോകത്ത് എല്ലാം നഷ്ടാവും ചെയ്യും. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താ സഹോദരങ്ങളെ? ഇസ്ലാം ഏതെങ്കിലും ആളെ നിർബന്ധിക്കുന്നുണ്ടോ? മതപരമായ ഒരു കാര്യം നിർബന്ധിക്കുന്നുണ്ടോ? ഇല്ല. നാളെ പരലോകമുണ്ട്, ഈ ലോകത്തിന് സൃഷ്ടാവുണ്ട്. വിശുദ്ധ ഖുർആൻ അവസാന വേദഗ്രന്ഥാണ്. ബോധ്യപ്പെട്ടവനോട് അല്ല പറഞ്ഞതൊക്കെ സ്വീകരിക്കാൻ. നോക്കൂ നിങ്ങൾ, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരല്ല. പിന്നെ എന്തിനാണ് നമ്മൾ വേറെന്തെങ്കിലും ചെയ്യേണ്ടത്? ഒരാളോട് സംസാരിച്ച പോരെ? സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. ഒക്കെ വ്യക്താണ്, വേണ്ടവന് സ്വീകരിക്കാം. ദുർമൂർത്തികളെ ഒരാൾ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തുവോ, അവൻ ദൃഢമായ ബലമുള്ള ഒരു കയറിനെയാണ് പിടിച്ചിരിക്കുന്നത്. അത് പൊട്ടിപ്പോകൂല. വിശ്വാസത്തിനോടല്ല പറഞ്ഞേ, ഈ പേടിക്കണ്ട, നീ വിശ്വസിച്ചത് വളരെ പവിത്രമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ കയർ, ആ പാശം നിന്നെ ഇഹത്തിലും പരത്തിലും നശിപ്പിക്കുകയില്ല. ഇത് ബോധ്യപ്പെട്ടവനോടെ അല്ല ബാക്കി പറഞ്ഞിട്ടുള്ളൂ. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. ഖുർആൻ ഒന്നുകൂടി പറഞ്ഞില്ലേ സഹോദരങ്ങളെ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. നേർമാർഗം വളരെ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. സ്വീകരിക്കേണ്ടവൻ സ്വീകരിക്കാം, നന്ദി കാണിക്കേണ്ടവന് നന്ദി കാണിക്കാം, നന്ദികേട് കാണിക്കേണ്ടവൻ നന്ദികേട് കാണിക്കാം. ഇത്ര സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മതം. അവിടെ വിശ്വാസികളെ, നമ്മളൊന്നും അധ്വാനമില്ലാതെ കിട്ടിയ ഈ പവിത്രമായ ഇസ്ലാം ഉണ്ടല്ലോ,
അതിനെ സ്നേഹിക്കാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനും നമുക്ക് പറ്റുമ്പോഴാണ് ഒരു ഖാലിസായ മുഖലിസായ മനുഷ്യനായി ഷിർക്കില്ലാതെ ബിദ്അത്തില്ലാതെ ഇബാദത്തൊക്കെ എടുക്കുമ്പോൾ നിസ്കരിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം തോന്നി, ജീവിതത്തിൽ സക്കാത്തൊക്കെ കൊടുക്കുമ്പോൾ ഒരു ആത്മനിർവൃതി ഉണ്ടായി വളരെ തെളിഞ്ഞ മനസ്സോട് കൂടി ജീവിക്കാൻ പറ്റുക. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യരൊക്കെ ഈ വിശ്വാസത്തിൽ കളങ്കപ്പെടുത്തിയവരാണ്, പവിത്രമായ ദീനിനെ സ്വീകരിക്കാത്തവരാണ്. നാം ഏത് വിഭാഗത്തിൽപ്പെടും എന്ന് മനസ്സിനോട് ആത്മാർത്ഥമായി ചോദിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ സമ്പൂർണ്ണ പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗമാണ്. തിന്മയുടെ പ്രതിഫലം എന്ന് പറയുന്നത് നരകമാണ്. ഇത് മരണാനന്തരം യാഥാർത്ഥ്യമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് നാം നിൽക്കുന്ന ഈ മണ്ണിന്റെ പുറത്തുനിന്ന് നാം കിടക്കേണ്ടി വരുന്ന മണ്ണിന്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സ്വീകരിച്ച വിശ്വാസവും നിലപാടും ശരിയാണോ എന്ന് ഉറപ്പുവരുത്താം. നമ്മുടെ ഹിദായത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു മേഖല കൂടിയുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം കൾച്ചറിന്റെ ഭാഗമാണ്, സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. അതിനെ ഇകഴ്ത്തുക അല്ലെങ്കിൽ അതിനെ കൊച്ചാക്കുക, അതൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ മതി എന്ന് തീരുമാനിക്കുക, അതും യഥാർത്ഥത്തിൽ ഒരു ജീർണതയാണ്. അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഹല്ലു ശആഇറല്ലാഹ്, നിങ്ങൾ മതചിഹ്നങ്ങളെ അനാദരിക്കരുത് എന്ന്. മതത്തിന് ചില അടയാളങ്ങളുണ്ട്, ആ അടയാളങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. ചിലത് ഞാൻ പറയാം. സഹോദരങ്ങളെ, ഇസ്ലാമികമായ ഒരു വേഷം എന്താണ്? ഇസ്ലാമികമായ വേഷം എന്ന് പറഞ്ഞാൽ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ല. അത് അയവുള്ളതാണ്. പുരുഷന്റേത് ഞെരിയാണിക്ക് മുകളിൽ കയറി നിൽക്കുന്നതാണ്. സ്ത്രീകൾക്ക് അവരുടെ ശരീരം മുഴുവനും പുരുഷന്മാരിൽ നിന്ന് ആകർഷണം തോന്നാത്ത വിധം മറച്ചു വെക്കേണ്ടതാണ്. എന്നാൽ നാട്ടിൽ നേരെ തിരിച്ചാണ്. അത് ശരിയും ഇത് തെറ്റുമെന്ന് ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതും ഇസ്ലാമിനെ വെറുക്കുന്നതിന് തുല്യമാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഇങ്ങനെ നടന്നാൽ മതി എന്ന് മക്കളെയും ഭാര്യമാരെയും ശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോ, നമ്മൾ ഇസ്ലാമിനെ നിഷേധിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ അറിയണം. ഇതും ഒരു ജീർണതയാണ്, അല്ലെ? താടി വളർത്തുക, മീശ ചുരുക്കുക, ഇത് ഇസ്ലാമിന്റെ ഷിആറിൽപ്പെട്ടതാണ്. ആ ഷിആറിനേക്കാൾ നല്ലത് ക്ലീൻ ഷേവ് ആണെന്നും അതാണ് സൊസൈറ്റിയിൽ കുറച്ചും കൂടി ഒക്കെ ബെറ്റർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നല്ലത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ജീർണതയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും പവിത്രമായത് എന്താ? കച്ചവടം ചെയ്യാന്നുള്ളതാണ്, ജോലി ചെയ്യാന്നുള്ളതാണ്, അതിലൂടെ സമ്പാദിക്കുക എന്നുള്ളതാണ്. എന്നിട്ടോ സക്കാത്ത് കൊടുക്കുക, സദഖ കൊടുക്കുക. ഇതാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ അടിസ്ഥാനം. എന്നാൽ പലിശയും കള്ളക്കച്ചവടവും അതൊക്കെ ഇന്നത്തെ കാലത്ത് വേണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ എത്ര വക്തിന് പള്ളിക്ക് പോയി സുജൂദ് ചെയ്തിട്ടും കാര്യമില്ല, അവൻ ജീർണതയുടെ മറ്റൊരു മുഖമാണ്. വിശ്വാസികളെ, ഇസ്ലാമിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിം എന്ന അഭിമാന ബോധത്തോടു കൂടി ജീവിക്കുക എന്നാണ് അർത്ഥം. ഖുൽ, നബിയെ പറയുക, ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ് മുഖ്ലിസൻ ലഹു അദ്ദീൻ, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാൻ. എങ്ങനെ? മുഖ്ലിസൻ ലഹുദ്ദീൻ, അല്ലാഹ്ക്ക് കീഴ്വണക്കം സമ്പൂർണമായി അല്ലാഹ്ക്കാക്കിയിട്ട്, എല്ലാം എന്റെ ശരീരത്തിന്റെ ചലനവും കാഴ്ചയും എല്ലാം അല്ലാഹ്ക്ക് പൂർണ്ണമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിസ്കരിക്കുകയാണ് എന്നുള്ളതാണ്. നിസ്കാരത്തോടൊപ്പം കീഴ്വണക്കവും പൂർണ്ണമായി അല്ലാഹ്ക്കാണ്. അപ്പൊ എന്തുണ്ടാവും അറിയോ? ഉമിർതു,
അള്ളാഹ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ, കീഴ്പ്പെട്ടവരിൽ ഒന്നാമനായിരിക്കണം എന്നും എനിക്ക് കൽപ്പന നൽകപ്പെട്ടിട്ടുണ്ട്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലുണ്ട്. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതും ഖുർആനിലുണ്ട്. അതുകൊണ്ട് നിർഭയത്വത്തോടു കൂടി ഈ ദുനിയാവിൽ ജീവിക്കണോ? എന്തൊക്കെ പ്രതിസന്ധികൾ, അത് രാഷ്ട്രീയമായി, സാമൂഹികമായി, ഭരണകൂടപരമായി എന്തുമാവട്ടെ, ഏതും നമുക്ക് നേരെ വരുമ്പോ ആർക്കും തടുക്കാൻ കഴിയാത്ത നമ്മെ കാണുന്ന റഹ്മാനായ റബ്ബ് നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതിന് ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ, ഞാനൊരു മുഅ്മിനാണെന്ന് പറയാൻ യോഗ്യതയുള്ളവരായി നമ്മൾ മാറുക. എല്ലാ പ്രശ്നത്തിനും പരിഹാരം അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസവും കർമ്മവും നമ്മുടെ ചിന്തയും പരിപൂർണമായി അള്ളാഹുവിന് കീഴ്പ്പെട്ടതാണോ എന്ന് നമ്മൾ നന്നായി പരിശോധിക്കണം. എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പോരാ, നമ്മൾ നന്നായി പഠിക്കണം. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസവും എന്റെ കർമ്മവും പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ ജീവിതവും തമ്മിൽ ചേർത്ത് വെച്ച് പഠിക്കണം. അങ്ങനെ ദീന് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിലെ സകലമാന തെറ്റുകുറ്റങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് മായ്ക്കുവാൻ കഴിവുള്ള റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ എളിയ ജീവിതം പരിഗണിച്ചുകൊണ്ട്, നമ്മുടെ ഈ ദുർബലമായ ശരീരത്തെ പരിഗണിച്ചുകൊണ്ട്, നമ്മുടെ മനസ്സിന്റെ ചാബല്യങ്ങൾ അറിയുന്ന റഹ്മാനായ റബ്ബ് എല്ലാം പുറത്ത് നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഠിനമായ രോഗങ്ങളെ തൊട്ട് നമ്മെ പരീക്ഷിക്കാതെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നാടിനെയും അല്ലാഹു സംരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين.